ആരും പഠിപ്പിക്കാതെ സ്വന്തമായി വഴി കണ്ടെത്തിയ പ്രതിഭ. നമ്മളൊക്കെ സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞു തരുന്ന വഴികളിലൂടെയാണല്ലോ കണക്ക് ചെയ്യുന്നത്. എന്നാൽ രാമാനുജൻ തന്റെ 11ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന 2 ലോഡ്ജേഴ്സിൽ നിന്നാണ് അഡ്വാൻസ്ഡ് ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുന്നത്. അതിശയകരമായ കാര്യം എന്തെന്നാൽ 13 വയസ്സായപ്പോഴേക്കും അദ്ദേഹം സ്വന്തമായി സങ്കീർണമായ തിയറംസ് നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് വഴികാട്ടാൻ വലിയ പ്രൊഫസർമാരോ ഗൂഗിളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്നോർക്കണം. 2 സ്ലേറ്റിലെ കണക്കുകളും മാഞ്ഞുപോയ ചരിത്രവും. രാമാനുജന്റെ വീട്ടിൽ പേപ്പറും മഷിയും വാങ്ങാൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഭൂരിഭാഗം കണക്കുകളും ചെയ്തു നോക്കിയിരുന്നത് തറയിലും സ്ലേറ്റിലുമായിരുന്നു. കണക്കുകൾ ചെയ്ത് വേഗത്തിൽ കൈമുട്ടുകൊണ്ട് തന്നെ തുടച്ചു മാറ്റും. അങ്ങനെയെങ്കിൽ ഫൈനൽ റിസൾട്ട് എവിടെ എഴുതും? അതിനായി അദ്ദേഹം ഒരു നോട്ട്ബുക്ക് സൂക്ഷിച്ചിരുന്നു. അതിൽ ഫൈനൽ റിസൾട്ടുകൾ മാത്രം കുറിച്ചുവെച്ചു. പിന്നീട് ശാസ്ത്രലോകം ഈ നോട്ട്ബുക്കുകൾ കണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ വർഷങ്ങളോളം പാടുപെട്ടു. കാരണം ആ റിസൾട്ടിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്നതിന്റെ വഴികൾ, സ്റ്റെപ്സ് ഒരിടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. 3 കണക്ക് മാത്രം ജയിച്ചു, ബാക്കിയെല്ലാം തോറ്റു. ഇത് നിനക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. രാമാനുജന് കണക്കിനോട് മാത്രമായിരുന്നു കമ്പം. അതുകൊണ്ട് തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ കണക്കിന് 100-ൽ 100 മാർക്ക് വാങ്ങിയ അദ്ദേഹം ബാക്കി വിഷയങ്ങളായ ഇംഗ്ലീഷ്, ചരിത്രം, ഫിസിയോളജി എന്നിവയിലെല്ലാം തോറ്റുപോയി. തൽഫലമായി അദ്ദേഹത്തിന് കോളേജ് ബിരുദം പോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഒരു വിഷയത്തിൽ മാത്രം അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹം ആ മേഖലയിൽ ലോകത്തെ ഏറ്റവും മികച്ച ആളായത്.